കേരളമടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ ജനങ്ങൾക്ക് നന്ദി പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത് ചരിത്രദിനമെന്നും വർഷങ്ങളായി നീണ്ട സാധനയിലൂടെ ലഭിച്ച സിദ്ധിയെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഈ മുഖങ്ങളിലെ പ്രസന്നത രാജ്യവ്യാപകമായി താൻ BJP പ്രവർത്തകരിൽ കാണുന്നു. ഇത് രാജ്യത്തിന്റെ മികച്ച ഭാവിക്കായുള്ള പ്രഖ്യാപനമാണ്, മികച്ച രാഷ്ട്രീയത്തിനുള്ള അംഗീകാരമാണ്. ബംഗാളിലെ, അസമിലെ, കേരളത്തിലെ, പുതുച്ചേരിയുടെ, തമിഴ്നാടിന്റെ ജനങ്ങളെ നമിക്കുന്നുവെന്നും മോദി പറഞ്ഞു. താമര വിരിഞ്ഞു, BJP പ്രവർത്തകർ ചരിത്രമെഴുതിയെന്നും മോദി കൂട്ടിച്ചേർത്തു. നിതിൻ നവീന്റെ സ്ഥാനലബ്ധിക്ക് ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ നിതിൻ നവീനെയും മോദി അഭിനന്ദിച്ചു. ജയപരാജയങ്ങൾ സ്വാഭാവികമാണ്, എന്നാൽ ഈ 5 സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ ഇന്ത്യ എന്തുകൊണ്ട് ജനാധിപത്യത്തിന്റെ അമ്മ എന്ന് തെളിയിച്ചു. ഇത് നമ്മുടെ സംസ്കാരം എന്ന് തെളിയിച്ചു. ഭരണഘടന കൂടിയാണ് വിജയിച്ചത്. 93% പോളിംഗ് എന്നത് ചരിത്രപരമാണ്. കേരളത്തിലടക്കം പുതിയ റെക്കോർഡിട്ടു. വനിതാ പ്രാതിനിധ്യം കൂടിയെന്നും പറഞ്ഞ മോദി തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അഭിനന്ദിച്ചു. എല്ലാ ഉദ്യോഗസ്ഥർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും അഭിനന്ദനം. ബീഹാർ തെരഞ്ഞെടുപ്പ് വിജയ ആഘോഷത്തിൽ ഞാൻ ഇവിടെ നിന്ന് തന്നെ പറഞ്ഞു, ഗംഗ ബീഹാറിൽ നിന്നും മുന്നോട്ടു പോയാണ് കടലിൽ എത്തുന്നത്. ബംഗാളിലും താമര വിരിയിച്ചാണ് ഗംഗ ഒഴുകുന്നത്. നിലവിൽ രാജ്യത്ത് 20-ലധികം സംസ്ഥാനങ്ങൾ NDA ഭരിക്കുന്നുണ്ട്. എവിടെയാണോ BJP അവിടെയാണ് വികസനം. ഇത് ജനം അംഗീകരിച്ചു. ഇന്നു മുതൽ ബംഗാൾ അക്രമത്തിൽ നിന്നും മുക്തയായി. ബംഗാളിൽ മാറ്റം വന്നു. കേരളത്തിലും ബംഗാളിലും BJP പ്രവർത്തകർ എത്ര സഹിച്ചു, എത്രയോ അപമാനങ്ങൾ സഹിച്ചു. ഇപ്പോൾ ബംഗാളിൽ നേടിയ വിജയം അവർക്ക് സമർപ്പിക്കുന്നു, ബംഗാളിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. ബംഗാളിലെ ജനങ്ങൾ പ്രീണന അക്രമ രാഷ്ട്രീയം തള്ളിക്കളഞ്ഞു, വികസനത്തിന്റെ രാഷ്ട്രീയം അംഗീകരിച്ചു. ബംഗാളിൽ ജനങ്ങൾക്ക് ജോലി ലഭിക്കും, പലായനം നിലയ്ക്കും, നുഴഞ്ഞുകയറ്റം നിർത്തുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. നാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.